പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യണം, ക്രിമ്പ് ചെയ്യണം, സ്ട്രെയിറ്റ് ചെയ്യണം. ബാക്കിലുള്ളവർ ഒന്നും ചെയ്യില്ല. ഓക്കെ, നോർമലി നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റും? ഓക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ പ്രിപ്പറേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കേൾസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലെങ്ത്തിൽ ആവശ്യം വരും. അപ്പോൾ ലെങ്ത്തിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക, ഫുൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക. നമ്മളെല്ലാവരും ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് ആണ് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്തോന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യും, റിസൾട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യില്ല അല്ലേ? മിക്കവരുടെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ഫസ്റ്റ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം. ആപ്ലിക്കേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പം ഈ പ്രോഡക്റ്റ് ത്രൂ ഔട്ട് ഇതുണ്ടാവും, ത്രൂ ഔട്ട് ഫുൾ ഹെയറിലും ഓരോ ഹെയറിലും ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 4-5 ടൈംസ് ഇങ്ങനെ കോംബ് ചെയ്ത് പ്രോഡക്റ്റിനെ നമ്മൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് എങ്ങനെ ഇരിക്കും? ഉള്ളിലത്തെ ഹെയറിലാവില്ല, എത്ര അപ്ലൈ ചെയ്താലും ആവില്ല. ഇല്ലെങ്കിൽ കാരണം ഓൾറെഡി 2 പ്രോഡക്റ്റ് ഇതിനെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പർപ്പസ് നമ്മൾ വ്യക്തമായി വായിച്ചില്ലേ? ഹോൾഡിംഗ് ഉണ്ട്, മാറ്റിഫൈയിങ് ആണ്, വോളിയം ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്ക് ഹോം ചെയ്യുന്നുണ്ട്. ബാക്ക് ഹോം ചെയ്തു, പിന്നെ എന്തിനാ ഹാർഡ് സ്പ്രേ കൊടുക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ആര് എന്തോ പറഞ്ഞു, ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണ് അല്ലേ? ഓപ്ഷണലാണ്, വേണമെങ്കിൽ. ഒരു പോണിറ്റെയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഹാർഡ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എക്സ്റ്റൻഷൻ ഫ്ലവേഴ്സ് എല്ലാം വരുമ്പോൾ കുറച്ച് ഹെവി ആവും അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഹാർഡ് സ്പ്രേ തന്നെ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാഫ്റ്റിന്റെ 5+ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് സ്പ്രേ ചെയ്യും. ഇപ്പൊ ഇവിടെ ബേബി ഹെയർ ഉണ്ട്, ജസ്റ്റ് ആ ബേബി ഹെയറിലും ഒന്ന് സ്പ്രേ ചെയ്തേക്കുക. ബേബി ഹെയറിൽ സ്പ്രേ ചെയ്തതിന് ശേഷം കോംബ് ചെയ്യുക. പാർട്ടീഷൻ കറക്റ്റാണോ? അല്ല സോറി, ചുറ്റി കുഴപ്പമുണ്ടോ? കുറച്ചുകൂടി കയറ്റി. നമ്മുടെ ചുട്ടിയുടെ അവിടെ ടോയിങ് നൂൽസ് എന്ന് പറയും. അതായത് സാധാ ത്രെഡിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയ നൂലാണിത്. ഞാൻ ചരട് യൂസ് ചെയ്യാറില്ല, നൂലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ലോക്ക് ചെയ്യുക. സ്റ്റാർട്ട് ആദ്യം സെന്റർ സെക്ഷൻ ബാക്ക് ഓൺ ചെയ്യുക.
ബാക്ക് ഹോം ചെയ്തു. പതുക്കെ ഒന്ന് സൈഡിലോട്ടേക്ക് അതിനെ ലിഫ്റ്റ് ചെയ്യുക. ദെൻ അവിടെയും ബാക്ക് ഹോം ചെയ്തു. പതുക്കെ ലെഫ്റ്റ് സൈഡും ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, ബാക്ക് ഹോം ചെയ്തു. അപ്പോഴാണ് കറക്റ്റ് ബാക്ക് ഹോമിങ്ങിൻ്റെ ആ പൊസിഷൻ കറക്റ്റ് ആവും. മനസ്സിലായി? ഷേപ്പ് കറക്റ്റ് ആവും. ദെൻ നിങ്ങൾക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ അതനുസരിച്ചിട്ട് ബാക്ക് ഹോം സെറ്റ് ചെയ്യും. ഞാൻ ഇതൊന്നും കൂടി ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സത്യം പറയാം, എന്തായാലും ഒരു 3 മിനിമം വേണം. 3 കൂടുതൽ ആരൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്? ഞാൻ 4 വലിയ സ്ലൈഡ് 4 ഈ ഭാഗത്ത് സ്ലൈഡ് ലോക്ക് ചെയ്യാറുണ്ട്. നമ്മൾ നീറ്റായിട്ട് ഹെയർ ഒന്ന് കോംബ് ചെയ്യുക. ഷൈനിങ് സ്പ്രേ യൂസ് ചെയ്യുക. കുറച്ച് ഷോർട്ട് ഹെയർ ആണ്. സ്ലൈഡ് ഒന്ന് കേജിലോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഷ്വാർസ്കോപ്പിൻ്റെ സെഷൻ ലേബർ എന്ന് പറഞ്ഞ സ്പ്രേ ആണ്. കാരണം അവിടെ കുറച്ച് ബേബി ഹെയർസ് ഉണ്ട് അല്ലേ. അപ്പം അതിനെ ഒന്ന് ലൈൻസിലോട്ടേക്ക് മർജ് ചെയ്യുവാണ്. ഇവിടെ 2-3 ഹെയർ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. സോ ആ ഹെയർ എല്ലാം മാക്സിമം കോംബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോംബ് ചെയ്യുക. ദെൻ സ്പ്രേ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ഡോണറ്റ് കിട്ടും. ഡോണറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിൻ്റെ തിക്നെസ് എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്തിരിക്കും. ടൈറ്റ് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ ടോപ്പിൽ കവർ ചെയ്യും. ഒന്ന് കവർ ചെയ്തു. ഇനി വീണ്ടും ഞാൻ സിമ്പിൾ ആയിട്ട് ഒരിക്കലും ചെയ്യില്ല. ഇങ്ങനെ കുറച്ച് ലെങ്ത് ഡബിൾ ആയിട്ടായിരിക്കും എപ്പോഴും എടുക്കുന്നത്. കാരണം സിംഗിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ലുക്കാണ്. ഹെയറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അല്ലേ. നമ്മൾ യൂഷ്വലി കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നെക്സ്റ്റ് നിങ്ങളുടെ ബ്രൈഡ് വരുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ഹെയർ സ്റ്റൈലാണ്. കൂടെ ആ സാരിയും ആക്സസറീസും ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ആര്യ വെറുതെ കണ്ട ആര്യ എല്ലാം ഞെട്ടിപ്പോവും, അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആര്യക്ക് ഇതുവരെ ആര്യയുടെ ഒരു ഫുൾ ലുക്ക് കാണാനുള്ള അവസരം കിട്ടിയില്ല. സോ എനിവേ നമുക്ക് ആദ്യം നമ്മൾ ആദ്യം കണ്ടിട്ട് നമുക്ക് ആര്യ പിന്നെ വെറുതെ കാണിക്കാം കേട്ടോ.